يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീനിന്റെ ശരിയായ അവസ്ഥ ഉൾക്കൊണ്ട് ലോകത്തിന് പഠിപ്പിക്കാൻ ഓരോ കാലഘട്ടത്തിലും മഹാത്മാക്കളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അവരിൽ വിവിധ മഹാന്മാരെ കുറിച്ചാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ 500 സംഭവങ്ങളാണ് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു വലിയ ദുരന്തം ഇസ്ലാമിക ലോകത്ത് അരങ്ങേറി. ഒരു ഭാഗത്ത് മുസ്ലിം ലോകത്ത് ധാരാളം തിന്മകളുണ്ടായി. ഭരണകൂടത്തിലും പൊതുജനങ്ങളിലും വലിയ വീഴ്ചകൾ സംഭവിച്ചു. എന്തിനേറെ ഫർളായ കാര്യങ്ങളിൽ പോലും, നമസ്കാരങ്ങളിൽ പോലും വലിയ അലസതയുണ്ടായി. പടച്ചവനുമായിട്ടുള്ള ബന്ധം മോശമായാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം മോശമാകും. മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ ഉദയം ചെയ്ത മംഗോളിയർ താർത്താരികൾ എന്ന പേരിൽ പരിസര പ്രദേശങ്ങൾ കീഴടക്കി അന്നത്തെ ലോകത്തെ വൻശക്തിയായ ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ അവർ തിരിഞ്ഞു. അതിഭയങ്കരമായ അക്രമങ്ങൾ അവർ അഴിച്ചുവിട്ടു. ഇസ്ലാമിക ഭരണത്തിന്റെ കേന്ദ്രമായ ബഗ്ദാദിൽ അവർ വരികയും പരിപൂർണമായി മുസ്ലിം പ്രദേശങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. താർത്താരികളുടെ സംഭവം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇറാഖിലെ 2 നദികളായ യൂഫ്രട്ടീസും ടൈഗ്രീസും കുറെ നാളുകൾ മുസ്ലിം രക്തം മാത്രം ഒഴുകി കുറെ നാൾ ഇസ്ലാമിക ഗ്രന്ഥത്തെ തീവച്ച് നശിപ്പിച്ചതിനാൽ അതിന്റെ ചാരം ഒഴുകുകയുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തും ചില മഹാന്മാരെ തയ്യാറാക്കി. പക്ഷെ അവരുടെ പേരുകൾ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ദീനിയായ ഇൽമ പഠിച്ചും അല്ലാഹുവിന്റെ സ്മരണയിൽ മുഴുകിയും അവസ്ഥ നന്നാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചും അവർ പരിശ്രമിച്ചു. അവരിൽ ഒരു മഹാന്റെ പരിശ്രമം നെഞ്ചിന്റെ കാതുകൊണ്ട് കേൾക്കുന്നു. അദ്ദേഹം ഇപ്രകാരം നാട്ടിലൂടെ കറങ്ങി നടക്കുകയാണ്. അവസാനം അദ്ദേഹം കാട്ടിലെത്തി. എന്തു ചെയ്യണമെന്ന് ബേജാറായി നടക്കുന്നു. ഒരു താർത്താരി രാജകുമാരൻ മൃഗത്തെ വേട്ടയാടി മടങ്ങി വരികയാണ്. അയാളുടെ കൂട്ടത്തിൽ വേട്ടപ്പട്ടിയുമുണ്ട്. മുസ്ലിമിനെ, പ്രത്യേകിച്ചും മുസ്ലിം പണ്ഡിതനെ കണ്ടപ്പോൾ അയാൾ കിളകി. എടോ മുല്ലാക്ക, ഇയാളാണോ മെച്ചം അതോ എന്റെ ഈ പട്ടിയാണോ മെച്ചം? എന്തൊരു ചോദ്യമാണ്. പക്ഷെ ഒരു മറുപടി പറഞ്ഞു. അല്ലാഹു നമുക്കും ആ മറുപടി ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ഈമാനോടുകൂടിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പട്ടിയേക്കാളും മെച്ചമാണ്. ഈമാനില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ ഈ പട്ടി തന്നെയാണ് എന്നെക്കാളും മെച്ചം. ആ യുവാവ് അമ്പരന്നു പോയി. എന്തൊരു വാക്കാണിത്! എന്താണ് ഈമാൻ? അല്ലാഹുവിൽ വിശ്വസിക്കൽ, അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കൽ. ആരാണ് അല്ലാഹ്? ആകാശഭൂമികളുടെ ഉടമസ്ഥൻ, താങ്കളുടെ ഉടമസ്ഥൻ, നാം എല്ലാവരുടെയും അധികാരി. അദ്ദേഹത്തിന് മനസ്സിന് മാറ്റമുണ്ടായി. പതുക്കെ ദീനിൽ പ്രവേശിച്ചു.
ജനങ്ങളും ദീനിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, ചരിത്രം തിരിഞ്ഞൊഴുകി. അല്ലാമ ഇഖ്ബാൽ പാടുന്നു, താർത്താരികരുടെ സംഭവത്തിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ പാഠം കഅബയുടെ വേലക്കാരനായി അല്ലാഹു അമ്പലത്തിലെ വേലക്കാരെ കൊണ്ടുവരികയുണ്ടായി. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, മുഗള വംശം ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയ മുഗള വംശം, ലഹീറുദ്ദീൻ ബാബർ മുതൽ ഔറംഗസീബ് ആലംഗീർ വരെയും ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മുഗള വംശം, അത് ഈ മംഗോളിയരുടെ പിൻഗാമികളാണ്, താർത്താരികരുടെ പിൻഗാമികളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഈ മാറ്റത്തിന് കാരണക്കാരായ മഹാന്മാര്. പിന്നീട് വന്ന വലിയൊരു മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. ഹിജറ 578-660കളിൽ വലിയ പരിശ്രമങ്ങൾ കാഴ്ചവെച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തി, പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിൽ കാര്യമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് വലിയ ഗുണം ഈ ലോകത്തിന് ചെയ്ത മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. തുടർന്ന് ഈ ലോകത്തേക്ക് കടന്നു വന്ന് അതിമഹത്തായ സേവനങ്ങൾക്ക് സൗഭാഗ്യം നൽകപ്പെട്ടൊരു മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ ഹറാനിയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹത്തുക്കൾ. അത് വലിയൊരു സംഭവമാണ്. ആഴമേറിയ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതകാലം മുഴുവനും ആത്മസംസ്കരണത്തിലായി കഴിയുകയും വലിയ ത്യാഗങ്ങളും പോരാട്ടങ്ങളും നടത്തുകയും വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ ഹറാനി റഹിമഹുല്ലാഹ് അവറുകൾ. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർ പറയാറുണ്ട്. സമുദായം 3 വിഭാഗമാണ്. ഒന്ന്, അദ്ദേഹത്തെ അന്ധമായിട്ട് എതിർക്കുന്നവർ. വേറെ ഒന്ന്, അദ്ദേഹത്തെ അന്ധമായി അനുകൂലിക്കുന്നവർ. നമ്മുടെ മഹാന്മാർ ഇത് രണ്ടിന്റെയും നടുവിൽ മറ്റൊരു വിഭാഗമാണ്. അദ്ദേഹത്തിന്റെ നന്മകളെയെല്ലാം അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. തിന്മകൾ ഒന്നിനെയും തെറ്റുകൾ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല. തിന്മകളെയും അദ്ദേഹത്തെയും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് എല്ലാ മഹാന്മാരുടെ വിഷയത്തിലുമുള്ളൊരു പൊതു സമീപനമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ നബിമാർ ഒഴിച്ച് വേറെ എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മഹാന്മാർക്കൊരു മഹത്വമുണ്ട്. തെറ്റാണെന്നവർക്ക് മനസ്സിലായാൽ അതിലവർ ഉറച്ചു നിൽക്കുകയില്ല, അതിൽ നിന്നും അവർ പിന്മാറും. ഏതെങ്കിലും തെറ്റിൽ നിന്നവർ പിന്മാറിയില്ല എങ്കിൽ അതിന് ഗവേഷണാത്മകമായ തെറ്റെന്നാണ് പറയുന്നത്. പടച്ചവൻ അതവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അതിന് പ്രതീക്ഷ നൽകപ്പെടുമെന്നാണ് നമുക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ മഹാനായിരുന്നു. നിരന്തരം ഇൽമുമായി ബന്ധപ്പെട്ടിരുന്നു. പഠിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും. ഏത് വിഷയത്തിൽ ചോദിച്ചാലും ഒന്നാന്തരം വിശദമായ മറുപടി. 30-ലേറെ വലിയ ഭാഗങ്ങളായി അദ്ദേഹത്തിന്റെ ഫത്വകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മഹാനാണ്. വലിയ വിജ്ഞാനത്തിന്റെ സാഗരമായിരുന്നു. മറുഭാഗത്ത് വലിയ പ്രബോധകനാണ്. ചില പല സ്ഥലങ്ങളിലും സംവാദങ്ങൾ നടത്തി ജനങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു, പറഞ്ഞുകൊടുത്തു. വാചകത്തിലൂടെ, വാമൊഴിയായി, വരമൊഴിയായി. മറുഭാഗത്ത് മഹാനവറുകൾ വലിയ തത്വജ്ഞാനിയും അതുപോലെ തന്നെ പടച്ചവനുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. വലിയ മഹാനായിരുന്നു. എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. എപ്പോഴും ദിക്റുകളും ദുആക്കളും ചെയ്യുമായിരുന്നു.
അവസാന നാളുകൾ ജയിലുകളിലാണ് കഴിച്ചുകൂട്ടിയത്. ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞു. ആ നിലയിൽ പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളവും അതുപോലെ നവോത്ഥാന പരിശ്രമങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായവുമാണ് ഉയർന്ന ശിഷ്യന്മാർ. അതിൽ ഒരു ശിഷ്യനാണ് ഇമാം ഇബ്നു കസീർ ദിമിഷ്കി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനമാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ച സാരസമ്പൂർണമായ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം. അതുപോലെ വേറെയും മഹാന്മാരുണ്ട്. ചുരുക്കത്തിൽ മഹാനവറുകളിലൂടെ വലിയ ഗുണം ഈ ലോകത്തുണ്ടായി. ഇതാണ് ഈ മഹാത്മാക്കളെ പറ്റിയുള്ള ചെറിയൊരു വിവരണം. ഹിജ്റ 500 ശേഷം ഈ മഹാന്മാരുടെ വലിയ പരിശ്രമങ്ങൾ നടന്നു. താർത്താരികൾക്കിടയിൽ രഹസ്യമായ പരിശ്രമങ്ങൾ. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റഹ്മഹുല്ലായെ പോലുള്ളവർ അധികാര കേന്ദ്രങ്ങളിലും വൈജ്ഞാനിക മേഖലകളിലും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി ഹംബലി റഹ്മഹുല്ലാ അവറുകളും ശിഷ്യന്മാരും സർവ്വ മേഖലകളിലും രഹസ്യമായ നിലയിലും പരസ്യമായ നിലയിലും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടും മുസ്ലിമീങ്ങൾക്കിടയിലും അമുസ്ലിമീങ്ങൾക്കിടയിലും ജീവിതം മുഴുവനും രാപകലന്നെ വ്യത്യാസമില്ലാതെ വലിയ ത്യാഗത്തിൽ വലിയ പരിശ്രമത്തിൽ കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദീനിന്റെ അമാനത്ത് ഇത് വലിയ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതാണ്. അല്ലാഹു തആല എല്ലാ മഹാന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം അല്ലാഹുവിന് പ്രത്യേകമായ പൊരുത്തം, കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മത്ത് ബറകാത്തുകൾ പടച്ചവൻ വർഷിപ്പിക്കുമാറാകട്ടെ.